തങ്കലാൻ ഒരു എനിക്ക് പേഴ്സണലി ഒരു ട്രൂലി എപ്പിക് ഒരു ഇൻ്റർനാഷണൽ ഷെഫ് കണ്ടൊരു ഫീലായിരുന്നു. ആദ്യമേ പറയാം, നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. സ്ലോ പേസ്ഡാണ്. കോളാർ മൈൻസ് KGF കഥകളാണ്. KGF എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകണ എന്താണെന്ന് മലയാളികൾ മനസ്സിലെല്ലാവരും ഒരു മാസ് ഹൈ എത്തിയൻ ആക്ഷൻ ഓറിയൻറ്റഡ് പടമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. സ്ലോ പേസ്ഡാണ്, സ്ലോ ബേണറാണ്. പക്ഷേ പടം കിഡിലാണ്. ഒരു കോളാർ മൈൻസ് റിലേറ്റഡ് ആയിട്ടൊരു മിത്ത്, ഒരു ഹൊറർ എലമെൻറ്റ് അതൊക്കെ അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ട്രാൻസിഷൻസ്, മേക്കിംഗ്, കഥ പറച്ച രീതി കുറച്ച് ഡിഫറെൻറ്റാണ്. ഇൻ്റർവലൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ലൈക്ക് എങ്ങനെ ഒരു സംഭവം എങ്ങോട്ടേ കഥ പോകണം എന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ പടം നൈസായിരുന്നു. അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഉണ്ട്. VFX കുറച്ച് ബോറായിരുന്നു. ഒരു നമ്മുടെ ജാഗ്വാറൊക്കെ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു, അത് VFX കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു തോന്നി. പിന്നെ എടുത്ത് പറയുന്നത് അത് പെർഫോമൻസ്, എല്ലാവരും കട്ടയ്ക്ക് പെർഫോമൻസാണ്. ഒരു ക്യാരക്ടർ ഇപ്പോൾ വിക്രമാണെന്ന് നമ്മൾ പറയത്തില്ല, ഇത്ര അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എന്നെ ശരിക്കും വിക്രം നമ്മളെ പലതവണ ഞെട്ടിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിച്ചത് പാർവതി തിരുവോത്ത്. പുള്ളിക്കാരി ആ ക്യാരക്ടറായിട്ട് ബ്ലെൻഡായിട്ട് പക്ക അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പശുപതി, എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. ലൈക്ക് പാർവതി തിരുവോത്ത് ശരിക്കും ഞെട്ടിച്ചു. കാരണം ആ ഒരു ആക്ട്രസ് ലൈക്ക് മലയാളത്തിൽ നിന്ന് എന്താ പറയുക, ദി ബെസ്റ്റ് ആക്ട്രസ്. ഏത് റോളും ആരുടെ ഒപ്പം നിന്നാലും ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അവരെ ഇപ്പോൾ വിക്രത്തിനെ വെട്ടിക്കാൻ ആ ഒരു ലെവൽ അടിപൊളി ആക്ട് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ രഞ്ജിത്തിൻ്റെ മൂവിയാണ്ട് കാസ്റ്റിസം പറയുന്നുണ്ട്, ഈ പറഞ്ഞ അൺടച്ചബിലിറ്റി പഴയ കാലത്ത് എന്നൊക്കെ പറയുന്നത്. ഇത് KGF എത്തിപ്പെട്ടാൻ ഉള്ള ആൾക്കാർ എങ്ങനെ എത്തിപ്പെട്ടു, എങ്ങനെ അത് കണ്ടെത്തി, ഒരു ട്രഷർ ഹണ്ട്, ആ ഒരു വൈബ് ഇതാ പഠിച്ചേക്കണേ. സോ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഒരു ട്രൂലി എത്തിക്കേഷൻ അവിടെ വന്നത്. മാളവിക ഉണ്ട്, അത് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ BGM ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നൈസായിരുന്നു. ഒരു ട്രാൻസിഷൻ ഉണ്ട്, പഴയ കാലവും പുതിയ കാലമായിട്ട്. അത് കുറച്ച് പേർക്ക് എനിക്ക് ഉൾപ്പെടെ കൺഫ്യൂസിങ് ആയിരുന്നു ഇൻ്റർവലൊക്കെ ആയപ്പോൾ. സോ മൊത്തത്തിൽ തിയേറ്റർ വാച്ച് വേർത്തി ആയിട്ടുള്ള മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ചിലർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരു മാസ് മസാല ആക്ഷൻ പ്രതീക്ഷിച്ച് പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേര് അങ്ങനെ വന്നുകൊണ്ടായിരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയത്. വരുന്ന റിവ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിക്രമിൻ്റെ മറ്റൊരു KGF എന്നുള്ള രീതിയിലാണ്. KGF ആയിട്ട് കമ്പയർ ചെയ്ത് അത് ഞാൻ പറയാം. വിക്രമിനെ മറ്റൊരു KGF അല്ല. കാരണം വിക്രമിൻ്റെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് അടിപൊളി എന്ന് പറയാം. പക്ഷേ ഒരു KGF പോലെ മാസ് മസാല ആക്ഷൻ അതല്ല. ഒരു ട്രൈബ്, അവരുടെ സ്ട്രഗിൾസ്, അവരെങ്ങനെ കോളമയിലേക്ക് എത്തുന്നു, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പണ്ടുണ്ടായ കാസിസം, അൺടച്ചബിലിറ്റി, അതൊക്കെ വളരെ ഡെപ്തി പറഞ്ഞുള്ള സിനിമയ്ക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാവരും ഒരു മാസ് മസാല സംഭവം കോളമയിലെ കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പോകണം KGF. ആ ഒരു ഇതിനകത്ത് വന്നവർക്ക് ഡിസപ്പോയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മൂവി അത്യാവശ്യം നൈസാണ്. ഒരു എപ്പിക് സ്റ്റഫാണ്. ഇപ്പോൾ പുറം നാട്ടിൽ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഇത് വൺ സംഭവമാണുള്ളത്. ഇന്ത്യൻ മൂവിനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തിയേറ്ററിലേക്ക് ഒരു ഓളം സൃഷ്ടിക്കുമോ? ഓളം സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ ആദ്യം പറഞ്ഞു പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ തിയേറ്റർ വാച്ച് വേർത്തി ആയിട്ടുള്ള മൂവിയാണ്, തിയേറ്ററിൽ തന്നെ കണ്ട മൂവിയാണ്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.